പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലായിൽ പ്രതിസന്ധിയോ? ദിയ പുളിക്കക്കണ്ടം നമുക്കറിയാവുന്ന പോലെ തന്നെ അവിടുത്തെ ചെയർപേഴ്സണാണ്. അപ്പം അവിടെ നടക്കുന്ന, സത്യം പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിലുള്ള തമ്മിലടിയാണോ എന്നതാണ് ചോദ്യം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, തമ്മിലടി തന്നെ. അവരെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ അനുകൂലിക്കാത്ത കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇതിന് പുറകിലുള്ളത്. അത് നമുക്ക് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ അറിയാം. അല്ല, അത് ഒരാൾ കട്ടെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നു, ഒരാൾ ബലം പ്രയോഗിച്ച് ഓഫീസ് തുറന്നു കൊടുക്കുന്നു, തുറക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവിടെ സത്യം പറഞ്ഞ ഒരു നാടകമാണ് കളി. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ്. ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ജോസ് കെ മാണി പിന്തുണ കൊടുത്താൽ പോലും അവിടെ ഭരിക്കാൻ സാധിക്കും. പുളിക്കക്കണ്ടം ഫാമിലിക്ക് അവിടെ ഭരിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് പിന്നെ കോൺഗ്രസ് അവരെ എടുത്തത്? പാർട്ടിയിലേക്ക് ക്ഷണം സ്വീകരിച്ച് അവർ വരികയും അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ പാലായിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ആധിപത്യമായിട്ട് അവർ കൊണ്ടുപോകുന്നില്ല. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കോൺഗ്രസിൽ പാലായിക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ? സത്യം പറഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ഇപ്പം നമ്മുടെ ന്യൂസ് ചാനലുകളെല്ലാം കാണുന്ന പോലെ തന്നെ ഭരണപ്രതിസന്ധിയാണ് അവിടെ തുടരുന്നത്. അപ്പോൾ അത് ജനജീവിതങ്ങളെയാണ് അവിടെ ബാധിക്കുന്നത്. കാരണം ജയിപ്പിച്ചു വിട്ടവരെയും അതുപോലെ തന്നെ ഓരോ അപേക്ഷാ ഫോമിന് വേണ്ടി വരുന്നവരെയും ഓരോ അപേക്ഷയ്ക്ക് വേണ്ടി വരുന്നവരെയും അവിടെ നല്ല രീതിയിൽ ആ ജനങ്ങളെ ബാധിക്കുകയാണ് അവിടെ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പം ഭരണ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺഗ്രസ്സുകാർ ഒന്നെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവർ തന്നെ സമ്മതം അറിയിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു ലെറ്റർ കൊടുത്താൽ മാറിത്തരാം, അത് അവരുടെ ഭാഗം ന്യായീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി സമുച്ചയം അല്ലെങ്കിൽ പാർട്ടിക്കാർ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? നിങ്ങളെന്താണ് പ്രതികരിക്കാത്തത്? നേതാക്കന്മാർ നമ്മുടെ മുഖ്യമന്ത്രി പോലുള്ള നേതാക്കന്മാർ പ്രതികരിക്കേണ്ട സമയമായി. നിങ്ങളിങ്ങനെ മൗനം വെടിയുക. കാരണം ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങളാൽ തിരഞ്ഞെടുത്ത നേതാവാണ് അവിടെ ഭരിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് നീതി കിട്ടുവാൻ വേണ്ടി കൂടിയാണ് ആ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ അവരെ കൊണ്ടിരുത്തിയത്. അപ്പം ഈ UDF തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ തമ്മിലടിയാണ് എങ്കിൽ ജനങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് നിങ്ങൾ അതിൽ അർപ്പിക്കുന്നത് അല്ലെ കൊടുക്കുന്നത്? സത്യം ചോദിക്കുകയാണ്. പാലാ പോലുള്ള വലിയ നഗരത്തിലെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് UDFൻ്റെ വരും കാലത്തേലുള്ള ചോദ്യം തന്നെയാണ്. കാരണം സ്വന്തം പാർട്ടിക്കാർ പുറകിൽ നിന്ന് കുത്തുന്നവരാണോ? ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നപ്പം ഉമ്മൻചാണ്ടിയെ പുറകിൽ നിന്ന് കുത്തിയ ആൾക്കാരുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ. അത് നമുക്ക് അനുഭവമുള്ളതാണ്. മുഖ്യമന്ത്രി ഈ കല്ലേറ് സഹിതം വാങ്ങേണ്ട ഒരു ആളായി മാറിയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ അതൊക്കെ നമ്മുടെ മുൻനിർത്തി നമ്മുടെ മുൻകാലങ്ങളുണ്ട്. അതുപോലൊരു കുത്താണോ ഇവിടെ സംഭവിക്കുന്നത്? ഭരണ പ്രതിസന്ധി എന്ന് ന്യൂസ് ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് വിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോഴും കോൺഗ്രസ് ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതെ, അല്ലെങ്കിൽ അവിടെ പ്രതിസന്ധി ഇല്ല അനുനയിപ്പിക്കാനുള്ള നീക്കം പോലും ചെയ്യാതെ നിങ്ങൾ മൗനമായിരിക്കുകയാണ്. എന്താണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്ന പൊട്ടിത്തെറി? കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു ഭരണ രാഷ്ട്രീയ കക്ഷിയാണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സാണ്. അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഒരു പാലാ പോലുള്ള ഒരു നഗരസഭയിൽ ഒരു ചെറിയ ഒരു കൗൺസിലർ സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തിന് വേണ്ടി തമ്മിലടി ഉണ്ടാകുക. സ്വന്തം പാർട്ടി, അതും ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളെ ആയുള്ളൂ, 2.5 വർഷം പോലും കംപ്ലീറ്റ് ആവാതെ അവിടെ ഇങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകുക എന്ന് വെച്ചാൽ കോൺഗ്രസ്സിലുള്ള നാടകമാണോ എന്നാണ് ചോദ്യം. അത് കോൺഗ്രസ്സുകാർ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെച്ച ഒരു നാടകം അവിടെ ഇപ്പോൾ അരങ്ങത്ത് തകർക്കുകയാണോ എന്നും ജനങ്ങൾക്കൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് പുളിക്കക്കണ്ടം എന്ന് പറയുന്ന ഫാമിലി അവരുടെ നേതൃത്വത്താൽ ആരെയും ഒറ്റക്കക്ഷി പിടിച്ച് കൂട്ടുകക്ഷിയില്ലാതെ ജയിച്ചു വന്ന ആളാണ്. കാരണം അവർ നിങ്ങൾക്ക് പിന്തുണയാണ് കോൺഗ്രസ്സിന് തന്നത്. കോൺഗ്രസ് എല്ലാവിധ സമ്മതവും കൊടുത്തതിന് ശേഷമാണ് അവിടെ ഓരോ സ്ഥാനങ്ങളും പുളിക്കക്കണ്ടത്തിന് കൊടുത്തത്. ആ കുട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലർ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം കാഴ്ചവെക്കുന്നത്. അവിടുത്തെ പാലായിലെ ജനങ്ങൾക്കറിയാം. പുളിക്കക്കണ്ടം എന്ന് പറയുന്ന സ്വന്തം ഫാമിലിയോടൊന്നും കൊണ്ടുപോയി ജീവിക്കുന്നവരല്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് കൂടെ ചേർന്ന ആൾക്കാരെ ചേർത്ത് നിർത്താതെ കോൺഗ്രസ് അവിടെ ഇല്ലാതെ അവിടുത്തെ ആ ഭരണ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഈ കോൺഗ്രസിൻ്റെ അകത്ത് തമ്മിലുണ്ടായ തമ്മിത്തല്ല് എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് വിളിച്ചിരുത്തിയിരിക്കുന്ന കസേരയിൽ. എന്നിട്ട് നിങ്ങളൊരുമാതിരി ഇറങ്ങിപ്പോടാവില്ല എന്ന് പറയുന്ന സ്വഭാവം കാണിക്കാതെ നിങ്ങൾ അതിന് കൃത്യമായൊരു തീരുമാനം ഉണ്ടാകണം. കാരണം ഭരണ പ്രതിസന്ധി ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് പാവപ്പെട്ടവങ്ങളുടെ രേഖകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും അവിടെ പെൻഡിങ് ആയി പോകും. നിങ്ങൾ പാർട്ടിക്കാർ തമ്മിൽ തല്ലുമ്പം സാധാ ജനങ്ങളിലേക്കും ആ ഒരു ഘടകം എത്തിയെന്ന് വരും. അതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. കാരണം സ്വതന്ത്രമായി നിന്ന് പുളിക്ക ഫാമിലി സ്വതന്ത്രമായി നിന്ന് ജനങ്ങളെ തിരഞ്ഞെടുത്ത നേതാക്കളാണ്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്. കാരണം അവർ ഏത് ഭരണത്തിൽ ഏത് ആൾക്കാരുടെ കൂടെ പിന്തുണ കൊടുക്കണമെന്ന് ജനങ്ങളോട് ചോദിച്ചിട്ടാണ്, ജനങ്ങൾക്കൊരു മീറ്റിങ്ങും വെച്ച് ജനങ്ങളോട് ചോദിച്ചിട്ട് കയറിയവരാണ്. അതുകൊണ്ട് പാലാ നഗരസഭ പുളിക്കക്കണ്ടത്തെ പുറത്താക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം,
ജനങ്ങൾ അവിടെ ഇറങ്ങും. കാരണം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾ സ്വതന്ത്രമായി വിജയിപ്പിച്ചു വിട്ടവരാണ്. ആരുടെയും പിന്തുണ കോൺഗ്രസിനാണ് സത്യം പറഞ്ഞാൽ പുളിക്കക്കണ്ടം ഫാമിലി പിന്തുണ കൊടുത്തിരിക്കുന്നത്. അതുകൂടി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലത്. സ്വന്തം പാർട്ടിക്കാർ തന്നെ ബാഹുബലിയെ പോലെ പുറകിൽ നിന്നും കുത്താതെ പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി. പുളിക്കക്കണ്ടം അതൊരു ആദ്യമായി ഭരിക്കുന്ന ഒരാളാണ്, എക്സ്പീരിയൻസ് വളരെ കുറവുള്ള ആളാണ്, എങ്കിലും ഇത്രയും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പുറകിൽ നിന്നും പിന്തുണ കൊടുക്കുക എന്നതാണ് പാർട്ടിക്കാർ. എന്ന് വെച്ചാൽ പുറകിൽ നിന്നും കുത്തുകയല്ല ചെയ്യേണ്ടത്, പിന്തുണ കൊടുത്ത് പുളിക്കക്കണ്ടം തന്നെ മുന്നോട്ട് ഭരിക്കണം എന്നുള്ള ചിന്ത വേണം. അല്ലെങ്കിൽ അവർ വേറെ പിന്തുണ കൊടുത്താലും അവർക്ക് ഭരിക്കാനുള്ള ചാൻസ്, പാലാ നഗരസഭ ഭരിക്കാൻ അവർക്ക് വേറെ പാർട്ടി പിന്തുണ കൊടുത്താലും മതിയെന്ന് ഓർക്കുക. കാരണം അങ്ങനെ അവർ പോയാൽ, അല്ലെ അവരെ പടി ഇറക്കി വിട്ടാൽ അത് കോൺഗ്രസിൻ്റെ തോൽവിയാണ്. കോൺഗ്രസ് പാർട്ടിയിലുള്ള പാലക്കാരുടെ വിശ്വാസം അവിടെ അടുത്ത ഇലക്ഷനുകളിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പം ജോസ് കെ മാണി എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടി മാറിയത് കൊണ്ടാവാം പാലക്കാർക്ക് വേണ്ട. മാണി സി കാപ്പൻ, അവിടെ കോൺഗ്രസ് നിങ്ങളുടെ കോട്ടയാണ്. ചെറിയ ചെറിയ പിഴവുകൾ വരുമ്പോൾ തന്നെ കോൺഗ്രസ് തിരുത്തി പോയില്ല എങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ലാതായി പോകും. കാരണം ഇന്ന് പിണറായിയുടെ കയ്യിലും താഴ്ന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകാതിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ താഴോട്ട് പോകാതിരിക്കാൻ ഇപ്പോഴേ ശ്രദ്ധിക്കുക. അവിടെ പുളിക്കക്കണ്ടം തന്നെ ഭരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതാണ് പാലായിലെ ഓരോ ജനങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ കരുതുന്നു. അപ്പം അതുകൊണ്ട് ഇതിന് തക്കതായ ഒരു നിർദ്ദേശം മനസ്സിലാക്കി, അല്ലെങ്കിൽ തക്കതായ ഒരു ചർച്ച നടത്തി ആ ഭരണപ്രതിസന്ധി മാധ്യമ ന്യൂസുകളിൽ ഒരു പരിഹാസമായി മാറാതെ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ UDF എന്ന് വെച്ചാൽ അത് ഉറച്ച മനസ്സോടെ നിൽക്കുന്ന 5 വിരലുള്ള കൈയായി തന്നെ മുൻനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ കാരണത്താൽ മുന്നോട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം നിങ്ങൾ കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കിയത്, അല്ലേ അവർക്ക് പുറകിൽ നിന്ന് കുത്തിയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി തന്നെ ഉത്തരം പറയേണ്ടതായി വരും. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചോദ്യം ഉണ്ടാകുമ്പോൾ തന്നെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്ന ന്യൂസ് കേൾക്കാതെ സ്വന്തമായ രീതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിനൊരു തക്കതായ പരിഹാരം കണ്ടെത്തി വാർത്താ സമ്മേളനം നടത്തി ന്യൂസ് ജനങ്ങളെ അറിയിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം ന്യൂസുകാർ 24, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മലയാള മനോരമ അങ്ങനെയുള്ള ന്യൂസുകാർ ഇത് ന്യൂസിനെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ജനങ്ങളിൽ വിശ്വാസ്യത പോവുക തന്നെ ചെയ്യും. കാരണം ഇന്നും കാണുന്ന ന്യൂസ് ചാനലുകളാണ്. അപ്പോൾ ന്യൂസ് ചാനലുകളെ വിശ്വാസത്തിലെടുക്കാതെ നിങ്ങളായി തന്നെ ജയ് ഹിന്ദ് എന്ന് പറയുന്ന ചാനൽ, അത് UDFൻ്റെ ചാനലാണല്ലോ. അപ്പം അതിലൂടെ തന്നെ നിങ്ങളായി ഒരു വാർത്താ സമ്മേളനം നടത്തുക, ഇല്ലെ ഒരു വാർത്താ പത്രക്കുറിപ്പ് ഇറക്കി പാലായിലെ ഭരണ പ്രതിസന്ധി മാറ്റിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ എല്ലാ പാർട്ടി അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിലുപരി പുളിക്കക്കണ്ടം ഇതുവരെ ഒറ്റയ്ക്ക് കക്ഷി ചേരാതെ, ഒരു കക്ഷിയുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസിന് പിന്തുണ നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ അസൂയപ്പെടുന്ന കുറേ കാപാലികർ, അല്ലെങ്കിൽ ആ ഭരണം കിട്ടാതെ വന്നതിൽ ചില അസൂയയുള്ളവർ, അല്ലെങ്കിൽ ആ ഭരണം ആഗ്രഹിച്ചവർ പുറകിൽ നിന്നും കുത്തി അവരെ പുറത്തിറക്കാനാണ് നീക്കമെങ്കിൽ ജനങ്ങൾ കൊടുത്ത സ്ഥാനം ജനങ്ങൾ നിങ്ങളെയും തിരിച്ചെടുക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്നിവർ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പാലായിലെ ഭരണ പ്രതിസന്ധി എന്നത് സുതാര്യമായ ഭരണത്തിലേക്ക് അവരെ നയിക്കുവാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. പുളിക്കക്കണ്ടം പ്രദേശ് നല്ല രീതിയിൽ തന്നെയാണ് ഭരിക്കുന്നത്. അവർ തന്നെ ആവണം പാലായുടെ മുന്നോട്ടുള്ള ഭരണാധികാരിയും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും കൂടി ഒരു ചർച്ച ചെയ്ത് ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷയോടെ ഞാനിപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.